Hi friends, welcome to Neeta's Tasteland. നമ്മൾ ഇന്നൊരു സ്നാക്ക് റെസിപ്പിയാണ് റെഡിയാക്കാൻ പോകുന്നത്. സ്നാക്ക് റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ബേക്കറികളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാറുള്ള ഒരു സ്നാക്കാണ് നമ്മുടെ വെജിറ്റബിൾ സ്പ്രിംഗ് റോൾ. പക്ഷെ നമുക്കിത് ബേക്കറിയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന രീതിയിലല്ല ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു മഞ്ചൂരിയൻ ഗ്രേവിയും കൂടി മിക്സ് ചെയ്ത് മഞ്ചൂരിയൻ വെജിറ്റബിൾ സ്പ്രിംഗ് റോൾ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് താല്പര്യമുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. എന്തായാലും കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയാണിത്. കിച്ചൂസിനൊക്കെ വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ കുറച്ച് നൂഡിൽസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ആ നൂഡിൽസും അതുപോലെ ആ മഞ്ചൂരിയന്റെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടി വരുമ്പോൾ കുട്ടികൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കും. പിന്നെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം അതിന്റെ ഫീഡ്ബാക്ക് പറയാ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ മെയിൻ ആയിട്ട് ഇതിപ്പോ കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ രീതിയിൽ സ്പ്രിംഗ് റോൾ ചെയ്യാമെന്ന് വെച്ചത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ബേക്കറിയിൽ കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്ക് സ്പ്രിംഗ് റോൾ ചെയ്യാം. അപ്പൊ ഈ ഗ്രേവിയുടെ പ്രോസസ്സ് കുറച്ച് വ്യത്യാസം വരുത്തുകയാണെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. പിന്നെ ഇതിലിപ്പോ സ്പ്രിംഗ് റോൾ ചെയ്യാനുണ്ടായ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട്, സജി ദേവസ്യ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ചിക്കൻ സ്പ്രിംഗ് റോൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചിക്കൻ സ്പ്രിംഗ് റോൾ ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല. എന്റെ കയ്യിൽ വെജിറ്റബിൾസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ വെജിറ്റബിൾസ് വെച്ചിട്ട് സ്പ്രിംഗ് റോൾ ചെയ്യാണ് ചെയ്തത്. ചിക്കൻ സ്പ്രിംഗ് റോൾ കുറച്ച് വ്യത്യസ്തമായ രീതിയാണ്. അത് അടുത്തൊരു ദിവസം നമുക്ക് ചെയ്യാൻ വൈകാതെ തന്നെ. പിന്നെ ഈ സ്പ്രിംഗ് റോള് അധികം എണ്ണ കുടിക്കുമ്പോൾ അങ്ങനെയുള്ള ടെൻഷൻ ഒന്നും ആവേണ്ട ആവശ്യമില്ല. അത് അധികം എണ്ണ വലിക്കാത്ത റെസിപ്പിയാണ്. നമ്മുടെ സമോസയൊക്കെ പോലെ തന്നെയാണ്. പിന്നെ ഇതില് ബാക്കിയുള്ള കാര്യങ്ങള് നമ്മൾ പറയുന്ന പോലെ തന്നെ ചേർത്ത് കറക്റ്റ് ആയിട്ട് ടൈറ്റ് ആയിട്ട് റോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ എണ്ണ സ്പ്രിംഗ് റോളിന്റെ ഉള്ളിലേക്ക് കയറില്ല. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വെജിറ്റബിൾ സ്പ്രിംഗ് റോൾ റെഡിയാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ സ്പ്രിംഗ് റോളിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോ 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സ്പ്രിംഗ് റോളിന്റെ ഷീറ്റ് റെഡിയാക്കുന്നത്. പിന്നെ ഫില്ലിങ്ങിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് നൂഡിൽസ് വേവിച്ചെടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം, സവോള, ക്യാരറ്റ്, ക്യാബേജ്, അതുപോലെ തന്നെ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തിട്ടുണ്ട്, പച്ചമുളക്, ചതച്ച മുളക് എടുത്തിട്ടുണ്ട്, പഞ്ചസാര, കുരുമുളക് പൊടി. പിന്നെ നമുക്ക് ആവശ്യമുള്ള സോസുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില്ലി സോസ് വേണം, സോയ സോസും ടൊമാറ്റോ സോസും. ഇതിലേക്ക് പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് ഉപ്പ്, വെജിറ്റബിൾ ഓയിൽ, വെള്ളം. ആദ്യം നമ്മുടെ സമോസയുടെ ഷീറ്റ് റെഡിയാക്കിയതുപോലെ തന്നെ സ്പ്രിംഗ് റോളിന് ആവശ്യമായിട്ടുള്ള ഷീറ്റ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ സമോസയുടെ ഷീറ്റ് റെഡിയാക്കിയപ്പോൾ നമ്മൾ മൈദപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർക്കുന്നുണ്ട്. അത്രയുള്ള വ്യത്യാസം. ബാക്കിയുള്ളതെല്ലാം സെയിം പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഷീറ്റ് റെഡിയാക്കുന്നത് കാണിക്കുന്നില്ല. ഷീറ്റ് റെഡിയാക്കുന്നത് കാണിക്കുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. സമൂസ ഉണ്ടാക്കുന്ന ആ ഷീറ്റ് റെഡിയാക്കി അതേപോലെ തന്നെ നമ്മൾ പാനിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കും. അത്ര തന്നെയുള്ളൂ. ബാക്കിയുള്ള ഫില്ലിംഗ് എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പൊ ആദ്യം ഞാൻ ഷീറ്റിനുള്ള മാവൊക്കെ ഒന്ന് കുഴച്ച് വെക്കട്ടെ. ഇപ്പൊ നമ്മൾ പാൻ ചൂടാക്കിയിട്ട് പാനിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി ചൂടായി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. വെളുത്തുള്ളി ഓവറായിട്ടൊക്കെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായി വന്നാൽ മതി. ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. സവോളയിലേക്ക് നമ്മൾ ഇപ്പോൾ ഉപ്പ് ചേർക്കില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾസ് എല്ലാം സോട്ട് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഉപ്പ് ചേർക്കുള്ളൂ. നമ്മുടെ നൂഡിൽസ് ഉണ്ടാക്കിയില്ലേ, നൂഡിൽസ് ഉണ്ടാക്കിയപ്പോൾ കട്ട് ചെയ്തതുപോലെ വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. മഞ്ചൂരിയൻ പോലെ അല്ല നമ്മുടെ സ്പ്രിംഗ് റോൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സവോളയും നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മഞ്ചൂരിയൻ പോലെ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ സവോള ചോപ്പ് ചെയ്തെടുത്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ മറ്റുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിന്റെ കൂടെ നമുക്ക് സ്പ്രിംഗ് ഓണിയന്റെ വൈറ്റ് പാർട്ടും ഗ്രീൻ പാർട്ടും ഒരുമിച്ച് ചേർത്ത് കട്ട് ചെയ്തത് കുറച്ചിപ്പോൾ ചേർക്കാം, കുറച്ച് നമ്മൾ അവസാനമേ ചേർക്കുന്നുള്ളൂ. സവോള മാത്രമേ നമുക്കൊന്ന് ഹാഫ് കുക്കായി കിട്ടേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒന്ന് സോട്ടായാൽ മതി. വെജിറ്റബിൾസിന്റെ ക്രഞ്ചിനെസ് പോവരുത്. ആ രീതിയിലൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ സവാള ഇത്രയും കുക്കായാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം കുറയ്ക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് പെപ്പർ പൗഡറും അതുപോലെ തന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സും ആണ്. അപ്പോൾ എരിവനുസരിച്ചിട്ട് പെപ്പർ പൗഡർ ആഡ് ചെയ്യുക. ചില്ലി ഫ്ലേക്സിന് എരിവുള്ളതാണ്, അതനുസരിച്ച് നമ്മൾ രണ്ടും ആഡ് ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചില്ലി സോസ് ചേർക്കുന്നുണ്ട്, അതിൻ്റെ എരിവും ഉണ്ടാവും.
കുട്ടികൾക്ക് കൊടുക്കാനാവുമ്പോൾ പെപ്പർ പൗഡറിൻ്റെ അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. അല്ലെങ്കിൽ ചെറിയ കുട്ടികളാണെങ്കിൽ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്കിനി ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. 1/2 ടീസ്പൂണാണ് ചില്ലി ഫ്ലേക്സും ചേർക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ ഞാനപ്പോൾ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ ഒരു ഇൻഗ്രീഡിയൻറ്റ് പറയാൻ വിട്ടുപോയി. എല്ലാവർക്കും അറിയാവുന്നതാണ്, മഞ്ചൂരിയൻ റെസിപ്പി ചെയ്യുമ്പോൾ നമ്മൾ വിനീഗർ ആഡ് ചെയ്യണം എന്നുള്ളത്. ഞാനപ്പോൾ വിനീഗർ എടുത്ത് വയ്ക്കാനും വിട്ടുപോയി, അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസിൽ പറയാനും വിട്ടുപോയി. അപ്പോൾ 1 ടീസ്പൂൺ വിനീഗർ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത് സോസുകൾ ചേർത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചില്ലി ഫ്ലേക്സിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് സോസുകൾ ആഡ് ചെയ്ത് തുടങ്ങാം. ആദ്യം നമ്മൾ ചേർക്കുന്നത് സോയ സോസാണ്. വിനീഗർ ചേർക്കുമ്പോൾ കുറച്ച് ചേർക്കുക. എന്താണെന്ന് വെച്ചാൽ പുളി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 1 ടീസ്പൂൺ വിനീഗർ ഇപ്പോൾ ഞാൻ ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് ചില്ലി സോസാണ്. ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് നമ്മുടെ ടൊമാറ്റോ സോസാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്യാം. പഞ്ചസാര നമ്മളിപ്പോൾ ചേർക്കുമ്പോൾ പഞ്ചസാര വേഗം തന്നെ സോസായിട്ട് മിക്സ് ആയിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ സ്പ്രെഡ് ആയിക്കോളും. അപ്പോൾ നമ്മളിനി വെജിറ്റബിൾസ് ചേർക്കുമ്പോൾ പഞ്ചസാര സോസ് കോട്ടാവുന്ന പോലെ തന്നെ വെജിറ്റബിൾസിലേക്ക് നന്നായിട്ട് മിക്സ് ആയിക്കോളും. ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഇതിലിപ്പോൾ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാത്തത് കൊണ്ടാണ് കേട്ടോ കളർ വരാതിരിക്കുന്നത്. ഇതിന് ഈ ഒരു കളറേ ഉണ്ടാവുള്ളൂ. വെജിറ്റബിൾസ് ഒന്ന് സോട്ടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നൂഡിൽസ് ചേർക്കാം. മാഗിയുടെ റൈസ് നൂഡിൽസാണ് എടുത്തത്. അതിൻ്റെ മസാലയൊന്നും ചേർക്കാതെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്തിട്ട് കുക്ക് ചെയ്തെടുത്തതാണ്. കുക്ക് ചെയ്തിട്ട് സ്ട്രെയിൻ ചെയ്ത് കുറച്ച് എണ്ണ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ നൂഡിൽസ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിച്ച് വെച്ചത്. ഇനി നമുക്കിതിൻ്റെ ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ നൂഡിൽസും മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കിയുള്ള സ്പ്രിംഗ് ഓണിയൻ ചേർക്കുക. ഇത് നമ്മുടെ നൂഡിൽസും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിൻ്റെ ഈ ഒരു മിക്സിൻ്റെ ചൂട് മാറി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷമേ നമ്മൾ ഫില്ല് ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ്ങിൻ്റെ പരിപാടി. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂട് മാറി വന്നതിന് ശേഷം നമുക്ക് ഫില്ല് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സ്പ്രിംഗ് റോളിനുള്ള ഷീറ്റ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫില്ലിംഗ് റെഡിയാക്കി. പിന്നെ ഇത് നമുക്ക് മൈദയുടെ ഒരു പേസ്റ്റാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. മൈദയിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു. നമ്മൾ സമൂസ ചെയ്തപ്പോൾ ചെയ്തതുപോലെ തന്നെ ആ ഒരു പേസ്റ്റ്. ഇനിയിപ്പോൾ നമുക്ക് സ്പ്രിംഗ് റോൾസ് റെഡിയാക്കി തുടങ്ങാം. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് നൈസായിട്ടാണ് പരത്തിയെടുത്തത്. നമ്മൾ സമൂസയ്ക്ക് ഷീറ്റ് പരത്തിയെടുത്തതിനേക്കാൾ കുറച്ചുകൂടി നൈസായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് വെക്കുമ്പോൾ നമ്മൾ ഒരു സൈഡിൽ വെക്കുക. അതിനുശേഷം ഇതുപോലെ റോൾ ചെയ്തിട്ട് 2 സൈഡിൽ നിന്നും കവർ ചെയ്തെടുക്കുക. അതിനുശേഷം വീണ്ടും റോൾ ചെയ്യുക. പിന്നെ നമ്മുടെ സമൂസയിൽ മൈദ പേസ്റ്റ് അപ്ലൈ ചെയ്ത പോലെ ഇവിടെ നമ്മുടെ മൈദയുടെ ആ മിക്സ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മൈദ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്പ്രിംഗ് റോള് റെഡിയായി. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ സൈഡ്സ് നന്നായിട്ട് കവർ ആയിരിക്കണം, ഇല്ലെങ്കിൽ ഉൾഭാഗത്തേക്ക് എണ്ണ കയറിപ്പോവും. ഇതുപോലെ നമ്മൾ എല്ലാ സ്പ്രിംഗ് റോൾസും റെഡിയാക്കിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കാം.
ഇപ്പൊ നമ്മള് സ്പ്രിംഗ് റോൾസ് എല്ലാം റോൾ ചെയ്തെടുത്തു. ഇനിയിപ്പോ നമുക്ക് ഇത്രയും ഫില്ലിംഗ് ബാക്കിയുണ്ട്. അപ്പോൾ 2 ഷീറ്റും കൂടി റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ആ ഫില്ലിങ്ങും കൂടി നമുക്ക് ഇതുപോലെ തന്നെ റോളാക്കി എടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിപ്പോ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മള് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി. ഞാൻ ഫ്ലെയിം കുറച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്, അതുകൊണ്ടാണ് ഫ്ലെയിം കുറച്ചത്. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് സ്പ്രിംഗ് റോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ആ ചില്ലി സോസും എല്ലാം ചേർത്തത് കൊണ്ടാണ് ഈ ഒരു റെഡ് ഷെയ്ഡ് വന്നിരിക്കുന്നത് സ്പ്രിംഗ് റോളിന്. ചില്ലി സോസ് ഒന്നും ചേർക്കാതെ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു ഷെയ്ഡ് വരില്ല. പിന്നെ നമ്മൾ ഡീപ് ഫ്രൈ തന്നെ ചെയ്തെടുക്കുക. കുറച്ച് അധികം എണ്ണ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്യുക. അപ്പോൾ ചീനച്ചട്ടിയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെയുള്ള ചില റെസിപ്പികൾ നമുക്ക് കുറച്ച് വൈഡായിട്ടുള്ള പാനിൽ ഫ്രൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഉരുളി എടുത്തത്. ഇതിപ്പോൾ വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികളെ വെജിറ്റബിൾസ് കഴിപ്പിക്കാൻ പറ്റിയൊരു എളുപ്പ വഴിയാണ്. അതുപോലെ തന്നെ നൂഡിൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾ ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്തോളും. പിന്നെ നമ്മൾ സമൂസ ഉണ്ടാക്കുന്ന അത്രയും സമയം എടുക്കില്ല, അതിനേക്കാൾ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതുപോലെ ഫില്ലിംഗ് റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉടനെ തന്നെ ഫില്ല് ചെയ്തിട്ട് പൊരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു സൈഡ് റെഡിയായി വരുമ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡിലേക്കും തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്പ്രിംഗ് റോൾ ഇടുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക, എണ്ണയുടെ ചൂട് കൂടി പോകരുത്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാം. ഇതിപ്പോൾ അധികം എണ്ണയൊന്നും വലിക്കില്ല, നമ്മുടെ സമൂസ പോലെ തന്നെയാണ്. എണ്ണ അധികം വലിക്കാത്ത റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും പേടി ഉണ്ടാവും, ഡീപ് ഫ്രൈ അല്ലേ, എണ്ണ കൂടുതലാവില്ലേ എന്നൊക്കെ പേടി ഉണ്ടാവും. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ സ്പ്രിംഗ് റോൾസ് റെഡി ആയി കഴിഞ്ഞു. ഞാനിപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാൻ പോവാണ്. കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു കളറായി വരുന്നത് വരെയാണ് ഫ്രൈ ചെയ്തെടുത്തത്. ഇതുപോലെ ഇനി നമുക്ക് ബാക്കിയുള്ളത് മുഴുവൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്പ്രിംഗ് റോൾസ് എല്ലാം റെഡിയായി. ഇതിപ്പോൾ സാധാരണ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന രീതിയിലുള്ള സ്പ്രിംഗ് റോൾ അല്ല, കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ചെയ്തത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് താല്പര്യമുള്ള രീതിയിൽ ചെയ്യാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തത്. അപ്പോൾ ചിക്കൻ സ്പ്രിംഗ് റോളും അതുപോലെ തന്നെ സാധാരണ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന സ്പ്രിംഗ് റോളും ചെയ്യുന്ന രീതി ചെറിയ വ്യത്യാസമുണ്ട്. ആ ഒരു രീതിയിലുള്ള സ്പ്രിംഗ് റോൾ ഞാൻ പിന്നീട് ഒരു ദിവസം ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ചിക്കൻ സ്പ്രിംഗ് റോളിന്റെ കാര്യം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സജിമോൻ ദേവസ്യ കഴിഞ്ഞ ദിവസം ഒരു കമന്റ് ചെയ്തിരുന്നു, ചിക്കൻ സ്പ്രിംഗ് റോൾ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ചെയ്യാൻ സമയമുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വെജിറ്റബിൾ സ്പ്രിംഗ് റോൾ ചെയ്തത്. അപ്പൊ എന്തായാലും എല്ലാവരും ഈ ഒരു സ്പ്രിംഗ് റോൾ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കൂ, കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഞാനിപ്പോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഇതിന്റെ ഇൻസൈഡ് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ടൈറ്റ് ആയിട്ട് റോൾ ചെയ്തെടുക്കുന്നത് കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ഫില്ലിംഗ് ഇതുപോലെ ഫില്ലായിരിക്കും. നമ്മൾ റോൾ ചെയ്യുമ്പോൾ കുറച്ച് ലൂസായിട്ടാണ് റോൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കിട്ടില്ല. അപ്പൊ ആ റോൾ ചെയ്യുന്നതിൽ മാത്രമേ ഇതിൽ കുറച്ച് ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ എല്ലാവരും എന്തായാലും സ്പ്രിംഗ് റോളൊക്കെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.